ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ സ്ക്രബ്ബറൊക്കെ നമുക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പരലുപ്പാണ്. ഇനി നമ്മൾ ഇതേപോലെ സ്പോഞ്ചുകളുണ്ടല്ലോ, നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്പോഞ്ച് ഇടയ്ക്കൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ അത് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആ അടുപ്പത്ത് ആ ഉപ്പ് വെള്ളത്തിനകത്ത് തന്നെ അതിനകത്തോട്ടൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇറക്കി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുന്ന നല്ലതാണ്. കാരണം ഉപ്പ് അണുവിമുക്തമാണ്, നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഉപ്പിനകത്ത് നമ്മളിത് ഇട്ട് വെക്കുമ്പം തന്നെ അതിനകത്തുള്ള അണുക്കളെല്ലാം പോയിട്ട് ഉണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കഴുകി സ്പോഞ്ച് ഇതേപോലെ നമ്മുടെ തുണിയൊക്കെ കുത്തുന്ന ക്ലിപ്പുണ്ടല്ലോ, അതിനകത്ത് ഇതേപോലെ ആക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഊറിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ സ്പോഞ്ച് ഉണങ്ങിക്കിട്ടും. ഇതെല്ലാം നമ്മൾ ചാരി വെക്കുകയാണെങ്കിൽ ആ വെള്ളം അതിനകത്ത് തന്നെ കെട്ടി നിൽക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരിയൊക്കെ ആട്ടാൻ നേരം, പ്രത്യേകിച്ച് ദോശ ഇഡലിക്കൊക്കെ നമ്മൾ വെള്ളം കൂട്ടി അരയ്ക്കത്തില്ലല്ലോ, വെള്ളം കുറച്ചല്ലേ അരയ്ക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആട്ടുമ്പം തന്നെ ഒരു 3-4 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നും ആട്ടി കഴിയുമ്പോഴത്തേനും മിക്സിയിലൊന്നും മാവ് കയറി പിടിക്കത്തില്ല, ബ്ലേഡിലൊക്കെ. അപ്പോൾ കഴുകിയെടുക്കുന്നതിനും നമുക്ക് എളുപ്പമാണ്. അത് മാത്രമല്ല, നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സ്വല്പം വെള്ളം മാത്രമേ ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അത് അരച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, അരച്ചതിന് ശേഷം നമ്മൾ കണ്ടോ ഒന്ന് പുളിക്കുന്നതിന് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്ക് അന്നേരം തന്നെ കണ്ടോ ആട്ടുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് മാവ് നമുക്ക് ആട്ടി കിട്ടും. ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ പുളിച്ചതിന് ശേഷം കണ്ടോ, അപ്പോൾ അധികം പുളിയും ഉണ്ടാവില്ല, മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ദോശ ഇടുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ കടല, പരിപ്പ്, ഉഴുന്ന് പരിപ്പ് ഒക്കെ നമ്മൾ കുറച്ച് ദിവസം അധികം ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്ത് 2 ഗ്രാമ്പു 2-3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ല്, ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് അറിയാമല്ലോ, നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അതിനകത്ത് ഒരു ചെറിയ പ്രാണികളോ പക്കികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണേലും സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ അരിയാണേലും പച്ചരിയാണേലും ചാക്കരിയാണേലും അതിനകത്തും ഇതേപോലെ നമ്മൾ 2-3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അരി എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതിനകത്ത് വണ്ടും പുഴുവും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർക്കാം. അത് 1-2 കർപ്പൂരം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടെ ആയിട്ട് നമുക്ക് ഒന്ന് പൊതിഞ്ഞ് കബോർഡിനകത്ത് ഗ്ലാസ് വെക്കുന്നിടത്ത്, അതേപോലെ നമ്മൾ കിച്ചണിൽ എവിടെയൊക്കെയാണോ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം ഇത് കണ്ടൊന്ന് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് എന്നെ ഉടമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അരി ഒക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ ഈ ശല്യമൊന്നും ഉണ്ടാവില്ല. ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അവിടെ എങ്ങും ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വന്ന് കൂട് വയ്ക്കത്തില്ല. കാരണം കബോർഡിനകത്തൊക്കെ വന്ന് എപ്പോഴും പല്ലിയൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ട് മുട്ടയിട്ട് പാറ്റയൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പാറ്റയും പല്ലിയും ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക കണ്ടോ. ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ ഉള്ളിക്കൊട്ടയുടെ അടുത്ത്, കിഴങ്ങ് ഒക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയൊന്നും വന്ന് നമുക്ക് ശല്യം ചെയ്യില്ല, അതൊന്നും വന്ന് നക്കില്ല കേട്ടോ. ഇതേപോലെ ടിഷ്യൂ പേപ്പർ ആകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും. നമ്മൾ സാധാ പേപ്പർ ആകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ച് വേണം കൊണ്ടുവരാൻ. ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വേണം വരാൻ. അപ്പോൾ എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയുടെ ചെവിട് ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കരുത്, അതിനകത്ത് ആ കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ല് നിൽക്കും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ വലിയ കുപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കലക്കിയെടുക്കാനൊക്കെ പറ്റും. ഇതിനകത്തോട്ട് ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുക്കാം. പൊടിയുപ്പ് പറഞ്ഞ കണക്ക് ഒച്ച് അങ്ങനെയൊക്കെ ഉള്ള ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് മുറ്റത്തൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ താണ്ടെ ഗ്രാമ്പു പൊടിച്ചതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ്, ഗ്രാമ്പു പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇത് 3 മാത്രം മതി. നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അതല്ല എങ്കിൽ സാധാ നമ്മുടെ കുപ്പി ഉണ്ടല്ലോ അതിനകത്ത് മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഞാൻ കർപ്പൂരം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 കർപ്പൂരമോ 3 കർപ്പൂരമോ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പം കർപ്പൂരവും ഗ്രാമ്പും നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാറിൻ്റെ അടിഭാഗത്ത് അതുപോലെ വണ്ടികളൊക്കെ ഇടുന്ന സ്ഥലത്തൊക്കെ എലി കയറി വണ്ടിയുടെ അകത്തൂടെയൊക്കെ കയറിയിട്ട് എല്ലാം ശല്യം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കാറിനടിയിൽ നിന്ന് ഓരോ എലികളൊക്കെ ശല്യം ചെയ്യും. കാരണം ഈ വയറിൻ ഫിറ്റ് അതുപോലെ തന്നെ AC ഫിൽറ്ററെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിന് ഒരുപാട് പൈസ കൊടുത്ത് വേണം നമ്മളതൊക്കെ മേടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അതിന് അടിയിലൊക്കെ കാറിൻ്റെ അടിയിൽ വണ്ടിയുടെ അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് എലി ശല്യം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് കിച്ചണിൻ്റെ ഭാഗത്ത് വാതിൽപ്പടിയിലൊക്കെ ഉണ്ടല്ലോ പാമ്പ് അങ്ങനെയുള്ള ഒരു സാധനവും വരില്ല ഈ ഒരു സ്മെല്ലടിച്ചിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം ബാക്കി ഞാൻ സിങ്കിനകത്തും വാഷ് ബേസിനകത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമ്മളെ ബാത്റൂമിൻ്റെ സീവിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ പാറ്റ കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ വരില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ളതാണ്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വണ്ടികളൊക്കെ കിടക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലിയും പാമ്പും ഒന്നും തന്നെ വണ്ടിക്കകത്തൊന്നും കയറിയിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയായ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.